ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. സർ, ഐ ആം ബെഞ്ചമിൻ, മാനേജർ ഓഫ് കണിമംഗലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. കൺഗ്രാജുലേഷൻസ്. തന്റെ മുമ്പിൽ ഞാൻ തോറ്റു, നമസ്കരിച്ചു. അല്ല ബെഞ്ചമിൻ, അത് കുഴപ്പമില്ല. നമുക്കേ വേറെ എന്തെങ്കിലും പണി നോക്കാം. എഴുന്നേറ്റ് വാ, പോകാം. വാ. സുകുമാരി പ്രിയങ്കയും കൊണ്ട് ഇങ്ങോട്ട് തന്നെ വരും അല്ലേ മോളെ? നമ്മളെല്ലാം തിരിച്ചറിഞ്ഞൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ലല്ലോ. അപ്പൊ ഇങ്ങോട്ട് തന്നെ ആവുമല്ലോ വരിക. അറിഞ്ഞ കാര്യങ്ങൾ ചോദിക്കണമെങ്കിൽ അവിടെ വെച്ചു എന്നെ ചോദിക്കായിരുന്നു. ഞാൻ വേണ്ടാന്ന് വെച്ചതാ. എന്താ കാര്യമെന്നറിയൂ? എന്താ? ഈ കുടുംബത്തെ ആ ഒരു ഗർഭത്തിന്റെ പേരിൽ അവൾ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, എത്ര പേരെ നാണം കെടുത്തിയിട്ടുണ്ട്. അതൊക്കെ തിരിച്ചു ചോദിക്കുമ്പോഴേ അനുഭവിച്ചവര് മുഴുവൻ സുകുമാരിയുടെ മുമ്പിൽ ഉണ്ടാവണം. അത് വേണം മുത്തശ്ശി. അതാണ് ശരിയായ പ്രതികാരം. പുന്നാര മോളെയും കൊണ്ട് മുത്തശ്ശി വന്ന് കയറട്ടെ. എന്തായാലും സുകുമാരിയെ ദഹിപ്പിച്ചിട്ടേ ഞാൻ വിടും. അപ്പോ ഇന്നത്തോടെ കണിമംഗലത്തെ പ്രശ്നങ്ങളൊക്കെ അവസാനിക്കും. ഇന്ന് അവസാനിച്ചില്ലെങ്കിൽ പിന്നെ എന്ന് അവസാനിക്കാനാ മോളെ? പ്രിയങ്കയെ സുകുമാരിയമ്മ എവിടെ? അവൾ അഡ്മിറ്റ് ചെയ്തോ? അഡ്മിറ്റ് ചെയ്തിട്ടൊന്നുമില്ല. അവര് രണ്ടുപേരും ഇപ്പൊ വരും. നിങ്ങൾ ഒരുമിച്ചല്ലേ പോയേ? പിന്നെ നിങ്ങൾ മാത്രം എന്താ തിരിച്ചു വന്നേ? അമ്മേ, സുകുമാരി മുത്തശ്ശിയുടെ സ്വഭാവം അറിയാലോ. ചില നേരത്ത് മറ്റുള്ളവരൊന്നും കണ്ണിപ്പിടിക്കില്ല. ഞങ്ങളുടെ കൂടെ വരാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു. എന്നാ വേറെ വണ്ടി വിളിച്ചുവരാൻ ഞങ്ങളും പറഞ്ഞു. പത്മിനി, നീ ആ ഉർവശയും കൽപ്പനയും ഒന്നും കൊണ്ടൊന്ന് വിളിച്ചേ. എന്തിനാ അമ്മേ? നീ വിളിക്കേ, കാര്യമുള്ളത് കൊണ്ടല്ലേ. കൽപ്പനേ, ഉർവശി, ഇങ്ങോട്ട് വന്നേ. ദാ വരുന്നു. അല്ല, അമ്മക്കിതെന്തു പറ്റി? ഓ, അങ്ങനെയൊന്നുമില്ല. എന്താ എടുത്തി? എന്തിനാ വിളിച്ചേ? വിളിപ്പിച്ചത് ഞാനാ. നിങ്ങൾക്കവിടെ പ്രത്യേകിച്ച് എന്തെങ്കിലും ജോലി ഉണ്ടായിരുന്നോ? ഇല്ല, ഞങ്ങൾ വെറുതെ ഇരിക്കായിരുന്നു മുത്തശ്ശി. അത് പിന്നെ എപ്പോഴും അങ്ങനെയാണല്ലോ. പ്രിയങ്കയും സുകുമാരി ഇപ്പൊ ഇവിടെ വരും. അവര് വന്ന് കയറുമ്പോ നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഉണ്ടാവണം. അതെന്തിനാമേ? കാര്യം ഉണ്ടെന്നേ. ഹോസ്പിറ്റലിൽ നിന്ന് അവര് വരുമ്പോ ആചാരപരമായിട്ട് നമുക്കൊന്ന് സ്വീകരിച്ചേക്കാം, കുടുംബം ഒന്നിച്ച്. ഈ മുത്തശ്ശിക്ക് എന്താ ഭ്രാന്തുണ്ടോ? എന്താ ഹോസ്പിറ്റലിൽ പോയപ്പോ മുത്തശ്ശിക്ക് വല്ല ഉറപ്പും കിട്ടിയോ കുഞ്ഞു വരുണിന്റേതാണെന്ന്? അല്ലെങ്കിൽ എപ്പോഴും സംശയമായിരുന്നല്ലോ. ഉറപ്പ് കിട്ടി അമ്മേ. ചില കാര്യങ്ങളിൽ ഉറപ്പ് കിട്ടിയിട്ടുണ്ട് പത്മിനി. പക്ഷെ അവര് വന്നാലേ അത് പറയാൻ പറ്റൂ. മുത്തശ്ശിയുടെ മനസ്സിലെന്താ നമുക്കറിയില്ലല്ലോ അമ്മേ. അവര് വരുന്നത് വരെ നമുക്ക് കാത്തിരിക്കാം. ചെറിയമ്മ, എനിക്കൊരു സംശയം. അല്ലേ എടുത്തി? അതെ. കുറച്ച് കഴിയുമ്പോഴേ നമുക്ക് കേൾക്കാൻ പറ്റും മുത്തശ്ശിക്ക് പറയാനുള്ളത് എന്താന്ന്. ഗൗതം, താൻ സത്യമാണോ ഈ പറയുന്നത്? അതെ സർ. കണിമംഗലം ഗ്രൂപ്പിൽ നിന്ന് ഞാനിപ്പോ പുറത്താണെങ്കിലും എനിക്ക് വിശ്വസ്തരായ കുറച്ചു പേര് അകത്തുണ്ട്. അവര് തന്ന റിപ്പോർട്ടാ. പുതിയ മാനേജറായിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത് ബെഞ്ചമിനെയാണെന്ന്. ഓ ഗോഡ്. ഇന്റർവ്യൂവിന് പോകുന്നതിന് മുമ്പ് അയാൾ എന്നെ വിളിച്ചിരുന്നു.
അടുത്തൊരു കോൾ കണിമംഗലം ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ മാനേജർ ആയിരിക്കുമെന്ന് എന്നോട് ഉറപ്പിച്ച് പറയുകയും ചെയ്തു. ഓവർ കോൺഫിഡൻസ് ആണെന്ന് പറഞ്ഞ് ഞാനപ്പോ ഇയാളെ കളിയാക്കുകയും ചെയ്തു. വരുൺ കൂടി ഉൾപ്പെട്ട ഒരു ടീമിന്റെ ഇന്റർവ്യൂവിന് വിജയിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അല്ല സർ, അയാൾ അത്ര ക്വാളിഫൈഡ് ആണോ? അതിനെ കുറിച്ചൊന്നും ഒരു തർക്കം വേണ്ടതോ. ദിവസേന പിടിക്കപ്പെടുന്ന തീവ്രവാദികളുടെ ലിസ്റ്റ് ഒന്ന് എടുത്ത് നോക്കണം. ഉന്നത വിദ്യാഭ്യാസം ഉള്ളവരും ഡോക്ടർമാരും എഞ്ചിനീയർമാരും ഒക്കെയാണ്. 90% അങ്ങനെ തന്നെയാ. അതുകൊണ്ട് ഇതത്ര കാര്യവെക്കേണ്ട കാര്യമില്ല. നമുക്ക് അയാളൊന്ന് വിളിച്ചാലോ? വിളിക്ക് സാർ. നോക്കാം. സർ, ഐ ആം ബെഞ്ചമിൻ, മാനേജർ ഓഫ് കണിമംഗലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. കൺഗ്രാചുലേഷൻസ്. തന്റെ മുമ്പിൽ ഞാൻ തോറ്റു, നമസ്കരിച്ചു. അല്ല ബെഞ്ചമിൻ, താനെങ്ങനോട് ഇത് സാധിച്ചെടുത്തത്? ട്രേഡ് സീക്രട്ട് ആണ് ഗൗതം. എന്റെ പ്രൊഫഷനില് എനിക്ക് മറ്റുള്ളവരുടെ വിശ്വസ്തരാകേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ അത് ഡയറക്റ്റ് കൊല്ലാനുള്ളതായിരുന്നു. ഇത് അങ്ങനല്ലെന്ന് മാത്രം. തന്റെ അച്ഛനോട് പോയി പറഞ്ഞേക്കേ, അച്ഛൻ ആഗ്രഹിച്ചതുപോലെ ബെഞ്ചമിൻ കണിമംഗലത്തിനകത്ത് തന്നെ ഉണ്ടെന്ന്. ഓക്കെ, ഇനി എന്താ തന്റെ പരിപാടി? അല്ല, തന്റെ കഴിവുകൾ വെച്ച് കണിമംഗലത്തെ ഉയരങ്ങളിലേക്ക് എത്തിക്കാനാണോ? ഉള്ളിലൊരു സംശയത്തോടു കൂടിയാണ് ചോദ്യം, അല്ലേ? കണിമംഗലത്തെ കരിയാത്തൊരു പുൽനാമ്പ് പോലും കാണരുതെന്ന് തന്റെ അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോ നമുക്കിതങ്ങോട്ട് മുറുക്കി പിടിക്കാം. ആദ്യം വരുണിന്റെ വിശ്വാസം, അത് കഴിഞ്ഞ് വരുണിന്റെ രഹസ്യങ്ങളുടെ കാവൽക്കാരൻ, അതിനപ്പുറത്ത് രഹസ്യങ്ങൾ വിൽക്കുന്നവൻ, എല്ലാത്തിനൊടുവിൽ വിശ്വസിച്ച് കൂടെ നിർത്തിയവന്റെ ചങ്കില് കാത്തി താഴ്ത്തുന്നു. മുന്നോട്ട് പോകാനുള്ള സ്റ്റെപ്സ് ആണ്. അപ്പോ രാധിക? കണിമംഗലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിലെ മാനേജർ എന്ന് പറഞ്ഞ വരുണിന്റെ പേഴ്സണൽ ജീവിതത്തിൽ വരെ സ്വാതന്ത്ര്യമുള്ള ആളാ. ആ സ്വാതന്ത്ര്യം പോരെ എനിക്ക് അവളെ തീർക്കാൻ. ഏതാണ് ആദ്യം? കണിമംഗലത്തിന്റെ നാശമാണോ അതോ രാധികയുടെ മരണമാണോ? പ്രയോറിറ്റി ഒക്കെ പിന്നെ തീരുമാനിക്കാം സാർ.